നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. പോലീസിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷം. ട്രാഫിക് നിയമലംഘനം നടത്താനുള്ള 180 കോടിയുടെ പദ്ധതി സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ നീക്കമുള്ളതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ട്രാഫിക് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഈടാക്കുന്ന തുകയുടെ 90% സ്വകാര്യ കമ്പനിക്ക് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ്. പദ്ധതി കെൽട്രോൺ വഴി മീഡിയാട്രോണിക്സിന് നൽകാനായിരുന്നു നീക്കം. മീഡിയാട്രോണിക്സിന് പിന്നിൽ വിവാദ കമ്പനി ഗാലക്സൺ എന്നും ചെന്നിത്തല. പിഴത്തുകയുടെ 40% സർക്കാരിന് നൽകാമെന്ന് സിഡ്കോ പറഞ്ഞെങ്കിലും ഒഴിവാക്കുകയായിരുന്നുവെന്നും ചെന്നിത്തല. കേരള പോലീസിനെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണോ എന്നും ചെന്നിത്തലയുടെ ചോദ്യം. സിംസ് പദ്ധതി ഗാലക്സണ് കൈമാറിയതിലും ക്രമക്കേടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. ഗാലക്സൺ കമ്പനിയിലെ 2 ഡയറക്ടർമാർ കരിമ്പട്ടികയിൽപ്പെട്ടവർ. മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാണാതായ തോക്ക് എങ്ങനെ തിരിച്ചു വന്നുവെന്ന കാര്യം ഉൾപ്പെടെ സിബിഐ അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല. ഡിജിപിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. പത്തനംതിട്ടയ്ക്ക് അനുവദിച്ച പരിശീലന കേന്ദ്രം സർക്കാരിനെ അറിയിക്കാതെ കൊച്ചിയിൽ നിർമ്മിച്ചു. സർക്കാരിനെ വിവരം അറിയിച്ചത് നിർമ്മാണം പകുതിയായ ശേഷം മാത്രം. പത്തനംതിട്ടയിൽ 90 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാൻ അനുമതി നൽകിയ പരിശീലന കേന്ദ്രമാണ് സർക്കാരിനെ അറിയിക്കാതെ ഡിജിപി ലോക്നാഥ് ബെഹ്റ കൊച്ചിയിൽ നിർമ്മിച്ചത്. സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ ഇതിന് പിന്നീട് അനുമതി നൽകിയതിന്റെ രേഖകൾ News18. സംസ്ഥാന പോലീസിലെ ഉന്നതർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്ത്. പോലീസ് യൂണിഫോമിൽ ഘടിപ്പിക്കുന്ന ക്യാമറകൾ വാങ്ങിയതിലെ ക്രമക്കേടുകളും പുറത്തുവന്നു. 30 ലക്ഷം രൂപയുടെ ക്യാമറകൾ വാങ്ങിയത് ടെൻഡറില്ലാതെ. സർക്കാരിന്റെ ഒത്താശയോടെയാണ് ക്രമക്കേടെന്നും സൂചന. പോലീസിന് സ്പെക്ട്രം അനലൈസർ വാങ്ങിയതിലും ഡിജിപിയുടെ വഴിവിട്ട ഇടപെടൽ. ടെൻഡർ ക്ഷണിക്കാതെ ഡിജിപി നേരിട്ട് നൽകി. 27 ലക്ഷം രൂപയുടെ കരാറാണ് ഡിജിപി നേരിട്ട് നൽകിയത്. ഡിജിപി ലോക്നാഥ് ബെഹ്റയും 3 ADGPമാരും വില്ലകൾ മോടികൂട്ടാൻ പൊടിച്ചു കളഞ്ഞത് 4.25 കോടിയിലേറെ രൂപയെന്ന് കണ്ടെത്തൽ. പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്ന നിർമ്മാണ കമ്പനി ഉള്ളപ്പോൾ ആഡംബര വില്ലകൾ പണിയാനുള്ള കരാർ സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിലും അഴിമതി. വില്ലകൾ പണിയാൻ കരാർ നൽകുന്നതിന് തൊട്ടു മുൻപാണ് സ്വകാര്യ കമ്പനികൾക്കും കരാർ നൽകാമെന്ന ഉത്തരവ് സർക്കാർ ഇറക്കിയത്. പോലീസിലെ നിർമ്മാണങ്ങൾ ഹൌസിംഗ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് നൽകണമെന്നായിരുന്നു അതുവരെയുള്ള ഉത്തരവ്. പോലീസ് ക്വാർട്ടേഴ്സ് പണിയാനുള്ള 2.91 കോടി രൂപ ഈ ബില്ലുകൾക്കായി വകമാറ്റിയെന്ന് നേരത്തെ CAG കണ്ടെത്തിയിരുന്നു. CAG റിപ്പോർട്ടിൽ പ്രാഥമിക പരിശോധന പൂർത്തിയായി. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധന. CAG റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങളാണ് പരിശോധിച്ചത്. CAGയുടെ പാരമ്പര്യം നോക്കിയാണ് രാഷ്ട്രീയമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മന്ത്രി MM മണി. വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തുവരേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി. ചെന്നിത്തലയെ പരിഹസിച്ച് വിജയരാഘവൻ. തോക്കെണ്ണി തീരുമ്പോൾ എല്ലാം അവിടെ തന്നെ കാണും. നടപടിക്രമങ്ങൾ പാലിക്കണം. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശമാണ് ചെന്നിത്തലയ്ക്കുള്ളതെന്നും വിജയരാഘവൻ. പോലീസിന്റെ വാഹന ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് PC ജോർജ്. CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. 2001 മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും PC ജോർജ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണ്ടെത്തലുകളെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് തന്നെ അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ലെന്ന് PT തോമസ് MLA. SI പ്രതിയായ കേസിനെക്കുറിച്ച് കോൺസ്റ്റബിൾ അന്വേഷിക്കുന്നത് പോലെയാണ് DGPക്കെതിരായ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുന്നത്. ക്രമക്കേടുകളെക്കുറിച്ച് മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നും PT തോമസ്. CAG റിപ്പോർട്ട് ചോർന്നെന്ന സ്പീക്കറുടെ പരാമർശം ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ അംഗങ്ങളെ അവിശ്വസിക്കരുത്. PT തോമസിന്റെ ചില ആരോപണങ്ങൾ CAG റിപ്പോർട്ടിൽ വന്നത് യാദൃശ്ചികമെന്നും ചെന്നിത്തല. CAG റിപ്പോർട്ട് രഹസ്യരേഖ അല്ലെന്നും പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ തന്നെ റിപ്പോർട്ട് ചോർന്നെന്ന് പറയുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ CBI അന്വേഷണം നടത്താൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നെന്നും ചെന്നിത്തല. സ്പീക്കർക്കെതിരെ KC ജോസഫ് MLA. CAG റിപ്പോർട്ട് ചോർന്നെന്ന അഭിപ്രായം നിർഭാഗ്യകരം. ചോർന്നെങ്കിൽ അന്വേഷിക്കേണ്ട ചുമതല സർക്കാരിന്. ചോർച്ച അന്വേഷിക്കേണ്ടത് സ്പീക്കറല്ല. രാഷ്ട്രീയ താൽപര്യങ്ങളുടെ സംരക്ഷകനായി സ്പീക്കർ മാറരുത്. അത് നിയമസഭയുടെ ഔന്നിത്യത്തിന് ഇടിവുണ്ടാക്കുമെന്നും KC ജോസഫ്.
SAP ക്യാമ്പിൽ നിന്ന് വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ സർക്കാരിനെ വിമർശിച്ച് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സാറ ജോസഫ്. വെടിയുണ്ടകൾ കാണാതായതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ലെന്ന് സാറ ജോസഫ്. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതക കേസിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരെയും ഒരു ഹോംഗാർഡിനെയും CBI അറസ്റ്റ് ചെയ്തു. ASIമാരായ റെജിമോൻ, റോയ് P. ജോർജ്, പോലീസുകാരായ ജിതിൻ K. ജോർജ്, സഞ്ജീവ് ആന്റണി, നിയാസ്, ഹോംഗാർഡ് ജെയിംസ് എന്നിവരാണ് അറസ്റ്റിലായത്. രാജ്കുമാറിന്റെ കൊലപാതകത്തിലും തെളിവ് നശിപ്പിക്കുന്നതിലും ഇവർ നേരിട്ട് പങ്കെടുത്തുവെന്ന് CBI കണ്ടെത്തൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന വാഗമൺ കോലാഖലമേട് സ്വദേശി രാജ്കുമാർ 2019 ജൂൺ 21-നാണ് പീരുമേട് ജയിലിൽ മരിച്ചത്. നെടുങ്കണ്ടം SI സാബുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കണ്ണൂരിൽ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അമ്മയാണ് കൊലപാതകം ചെയ്തതെന്ന നിഗമനത്തിലെത്തിയത്. ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ശരണ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നിഗമനം. കണ്ണൂർ തയ്യിൽ ശരണ്യ പ്രണവ് ദമ്പതികളുടെ മകൻ വിയാനെ ഇന്നലെയാണ് കടൽഭിത്തിയിലെ പാറക്കെട്ടുകൾക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം തിരൂരിൽ ഒരു കുടുംബത്തിലെ 6 കുട്ടികൾ 10 വർഷത്തിനിടെ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. 93 ദിവസം പ്രായമായ കുഞ്ഞ് ഇന്ന് രാവിലെ മരിച്ചതിനെ തുടർന്ന് ബന്ധു നൽകിയ പരാതിയിലാണ് അന്വേഷണം. മലപ്പുറം തിരൂരിൽ ഇന്ന് മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അസ്വാഭാവിക മരണമല്ലെന്ന് പ്രാഥമിക നിഗമനം. അന്തിമ റിപ്പോർട്ട് ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കിട്ടിയ ശേഷം. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് തിരൂരിലെ കുടുംബാംഗം. അന്വേഷണവുമായി സഹകരിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. VD സതീശൻ, K. സുധാകരൻ, VM സുധീരൻ തുടങ്ങിയവരാണ് വിമർശനം ഉന്നയിച്ചത്. നേതാക്കൾ തമ്മിൽ ഫോണിലെങ്കിലും സംസാരിക്കാറുണ്ടോ എന്ന് VD സതീശൻ. K. കരുണാകരൻ സർവ്വപ്രതാപിയായിരുന്ന കാലത്തുപോലും ഏത് വിഷയത്തിലും മറ്റു നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് VM സുധീരൻ. ആരോടും അസ്വാരസ്യങ്ങളില്ലെന്ന മറുപടിയുമായി രാഷ്ട്രീയകാര്യ സമിതി KPCC അധ്യക്ഷൻ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നത് സത്യമാണെന്നും മുല്ലപ്പള്ളി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിനെ FIR രജിസ്റ്റർ ചെയ്തു. ശിവകുമാറിന് പുറമെ മറ്റ് 3 പേരും കേസിൽ പ്രതികൾ. FIR രജിസ്റ്റർ ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമെന്ന് മുൻ മന്ത്രി VS ശിവകുമാർ. അന്വേഷണത്തോട് സഹകരിക്കും. ഏത് തരത്തിലുള്ള അന്വേഷണവും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആരോപണങ്ങളും പരിശോധിക്കട്ടെയെന്നും തന്നെ തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ശിവകുമാർ. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞിനെ പ്രതി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ആരാഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസിന് കത്ത് നൽകി. ഇബ്രാഹിം കുഞ്ഞിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. വിജിലൻസ് കേസ് എടുത്താൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്താമെന്ന് എൻഫോഴ്സ്മെന്റ്. പ്രതിപക്ഷത്തിന് BJPയേക്കാൾ വിരോധം ഇടതുപക്ഷത്തോടാണെന്ന് LDF കൺവീനർ. അവർ നുണകൾ പ്രചരിപ്പിക്കുന്നു. മുൻ മന്ത്രിമാർ എപ്പോഴാണ് അകത്തു പോകുക എന്ന് മാത്രമേ നോക്കാനുള്ളൂവെന്നും വിജയരാഘവൻ. ആരോടും പ്രതികാര ബുദ്ധിയോടെ ഇടതുപക്ഷ സർക്കാർ പെരുമാറില്ലെന്നും A. വിജയരാഘവൻ. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് പിടിക്കുക തന്നെ ചെയ്യുമെന്നും ഇടതുമുന്നണി കൺവീനർ. പാലം പൊളിഞ്ഞില്ല എന്നാണ് ചെന്നിത്തല പറയുന്നതെന്നും A. വിജയരാഘവൻ. UDF കാലത്തെ എല്ലാ അഴിമതിയും പുറത്തുകൊണ്ടുവരും. ചെന്നിത്തല എല്ലാ ദിവസവും രാവിലെ കളവ് പറയുകയാണെന്നും വിജയരാഘവന്റെ വിമർശനം. ജസ്റ്റിസ് V. കമാൽ പാഷയ്ക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ച അഭിഭാഷകനെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി ആരംഭിച്ചു. കമാൽ പാഷയുടെ മൊഴി രേഖപ്പെടുത്തി ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിലെത്തിയാണ് ജസ്റ്റിസ് മൊഴി നൽകിയത്. ഹൈക്കോടതി ജസ്റ്റിസ് ആയിരിക്കെ വിധി പറഞ്ഞ കേസിൽ ഹാജരായ അഭിഭാഷകൻ ആക്ഷേപിച്ചെന്നായിരുന്നു പരാതി. കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ അനധികൃത പണപ്പിരിവ് നടത്തിയെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ്. കരുണ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗീത നിശയിലൂടെ ലഭിച്ചിരുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയില്ലെന്നാണ് പരാതി. അന്വേഷണത്തിന് ഉത്തരവിട്ടത് കൊച്ചി പോലീസ് കമ്മീഷണർ. വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. ഗവർണർ തടഞ്ഞ വാർഡ് വിഭജന ഓർഡിനൻസിന് പകരമാണ് സർക്കാർ ബിൽ കൊണ്ടുവന്നത്. വാർഡ് വിഭജനം വേഗത്തിലാക്കാനാണ് സർക്കാർ തീരുമാനം.
തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക വിഷയത്തിൽ ലീഗ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് തടസ്സ ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹർജിയിൽ ലീഗിന്റെ വാദം കൂടി കേട്ട ശേഷമേ ഉത്തരവിറക്കാൻ പാടുള്ളൂ എന്നാണ് ആവശ്യം. നാദാപുരം മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സൂപ്പി നരിക്കാട്ടേരിയാണ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രമിക്കുന്നതെന്നും ഹർജിയിൽ ആരോപണം. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള കെ സുരേന്ദ്രന്റെ അഭിപ്രായമല്ല ഇടതുമുന്നണിക്കുള്ളതെന്ന് മുന്നണി കൺവീനർ എ വിജയരാഘവൻ. മുസ്ലിം ലീഗ് SDPI ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതമൌലികവാദ സംഘടനകളോട് സഹകരിക്കുന്നു. അത് കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്നതല്ലെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണെന്നും എ വിജയരാഘവൻ. ഫ്ലെക്സ് ബോർഡുകളടക്കം അനധികൃതമായി ബാനർ സ്ഥാപിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് DGP. ഇക്കാര്യം വിശദീകരിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും DGP സർക്കുലർ അയച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. റോഡ് സുരക്ഷാ അതോറിറ്റി കമ്മീഷണറും സർക്കുലർ പുറപ്പെടുവിച്ചു. UAPA കേസിൽ റിമാൻഡിൽ കഴിയുന്ന അലൻ ഷുഹൈബ് LLB പരീക്ഷ എഴുതി. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ക്യാമ്പസിൽ പരീക്ഷയ്ക്ക് ശേഷം അലനെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോയി. പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞെന്ന് അലൻ പ്രതികരിച്ചു. പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിയത് വലിയ കാര്യമാണെന്നും കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നതായും അമ്മ സഭി. പന്തീരങ്കാവ് UAPA കേസിൽ അലൻ അറസ്റ്റിലാകുന്നത് 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരിക്കെ വേണ്ടത്ര ഹാജറില്ലെന്ന് ചൂണ്ടിക്കാട്ടി അലനെ സർവകലാശാല പുറത്താക്കിയിരുന്നു. ഇതോടെയാണ് പരീക്ഷ എഴുതാൻ അനുമതി തേടി അലൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി അനുമതി നൽകിയത് ഇന്നലെ ഉച്ചയോടെയാണ്. അലനെയും താഹിയെയും CPM-ൽ നിന്ന് പുറത്താക്കിയതിന്റെ വിശദാംശങ്ങൾ അറിയില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പുറത്താക്കിയതിന്റെ കാര്യങ്ങൾ പ്രാദേശിക നേതൃത്വങ്ങൾ വിശദീകരിക്കുമെന്നും യെച്ചൂരി. കരിനിയമങ്ങളുടെ നടത്തിപ്പുകാരായി കേരളത്തിലെ ഇടതുപക്ഷം മാറിയെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. അലനും താഹിയും മാവോയിസ്റ്റുകളാണെന്നതിന് എന്ത് തെളിവാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്നും സാറ ജോസഫ്. നക്സൽ വർഗീസിനെ വെടിവെച്ച് കൊന്നിട്ട് ഇന്ന് അരനൂറ്റാണ്ട്. തിരുനെല്ലിക്കാട്ടിൽ വർഗീസിനെ വെടിവെച്ചതിന്റെ ഉത്തരവാദിത്തം 30 വർഷത്തിന് ശേഷം കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ ഏറ്റെടുത്തതോടെയാണ് കേസ് വഴിതിരിഞ്ഞത്. ഏറ്റുമുട്ടൽ കൊലയെന്ന പോലീസ് വാദം പൊളിയുകയും ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്തെത്തുകയും ചെയ്തത് വലിയ വിവാദമായി. മഞ്ചിക്കണ്ടി ഏറ്റുമുട്ടലിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണ കാലാവധി 2 മാസം ദീർഘിപ്പിച്ചു. അന്വേഷണ കാലാവധി ഈ മാസം 6-ന് അവസാനിച്ചിരുന്നു. മഞ്ചിക്കണ്ടിയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. ഇത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ആരോപണമുയർന്നു. കൊറോണ വൈറസ് ബാധയിൽ ചൈനയിൽ മരണം 1868ആയി. ഹുബൈ പ്രവിശ്യയിൽ ഇന്നലെ മാത്രം 98 പേർ മരിച്ചു. 1000-ലധികം പേരുടെ നില ഗുരുതരമാണ്. 72,000-ലധികം പേർ ചികിത്സയിലാണ്. നോവൽ കൊറോണ വൈറസിന് പ്രതിരോധ മരുന്നുമായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അമേരിക്കൻ ബയോടെക്നോളജി സ്ഥാപകനായ കോഡജനിക്സുമായി ചേർന്നാണ് പ്രതിരോധ മരുന്ന് തയ്യാറാക്കിയത്. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ സിന്തറ്റിക് മരുന്നിന്റെ പ്രാഥമിക പരിശോധന കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ മനുഷ്യർക്ക് നൽകാനാകുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. ആലപ്പുഴ ജില്ലയിൽ കൊറോണ മുൻകരുതലിന്റെ ഭാഗമായി വീട്ടിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാളെ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. പരിശോധനയ്ക്കായി സാമ്പിൾ അയച്ചു. ഫലം നാളെ കിട്ടും. പനിയും ചുമയും അടക്കം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനാലാണ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയതെന്ന് ആരോഗ്യവകുപ്പ്. കൊറോണ വൈറസ് ബാധ ഇന്ത്യൻ വ്യവസായത്തിന് തിരിച്ചടിയായിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമെന്ന ആശങ്ക വേണ്ട. വിവിധ തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ കസ്റ്റംസ് ക്ലിയറൻസ് വേഗത്തിലാക്കുമെന്നും ധനമന്ത്രി. ശബരിമല അടക്കം വിശ്വാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിശാല ബെഞ്ചിന്റെ സിറ്റിംഗ് നാളെയും ഉണ്ടാകില്ല. നാളെ നടത്താനിരുന്ന സിറ്റിംഗ് മാറ്റിവെച്ചു കോടതി നോട്ടീസ്. ബെഞ്ചിലെ ഒരു ജഡ്ജിക്ക് സുഖമില്ലാത്ത സാഹചര്യത്തിൽ ഇന്നും വാദം മാറ്റിവെച്ചിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് നിലപാടെടുത്തിട്ടില്ലെന്ന് N. വാസു. സുപ്രീംകോടതി ആരാഞ്ഞാൽ മാത്രം നിലപാട് അറിയിക്കും. സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് അറിയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് News18 പറഞ്ഞു. ഗുജറാത്തിലെ കോളേജ് ഹോസ്റ്റലിൽ ആർത്തവ പരിശോധന നടത്തിയ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. കോളേജ് പ്രിൻസിപ്പൽ, ഹോസ്റ്റൽ വാർഡൻ എന്നിവരെ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു.
മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം.എസ്. മണിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കലാകൗമുദി പത്രാധിപരും കേരള കൗമുദി മുൻ ചീഫ് എഡിറ്ററുമായിരുന്നു. മലയാള മാധ്യമ മേഖലയിൽ അതുല്യ പ്രതിഭയാൽ പതിഞ്ഞ ബൈലൈനാണ് എം.എസ്. മണി. മലയാളത്തിലെ അന്വേഷണാത്മക റിപ്പോർട്ടിംഗിന്റെ തുടക്കക്കാരൻ. മാധ്യമപ്രവർത്തകർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങിന് കാത്തുനിൽക്കാതെയാണ് മണി വിട പറഞ്ഞത്. എം.എസ്. മണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രിയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അനുശോചിച്ചു. എം.എസ്. മണി മാധ്യമമേഖലയ്ക്കും സമൂഹത്തിനും അമൂല്യമായ സംഭാവന നൽകിയ വ്യക്തിത്വമെന്ന് പിണറായി വിജയൻ. സഭയുടെ ഭൂമി വിൽക്കാനുള്ള പാലാ രൂപതയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം. സംഭവത്തിന് പിന്നിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് കത്തോലിക്ക നവീകരണ സമിതി രംഗത്ത്. എല്ലാ സമിതികളിലും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പാലാ രൂപതയുടെ പ്രതികരണം. സർക്കാരിനെതിരെ സിപിഐ സർവീസ് സംഘടന സമരത്തിന്. റവന്യൂ ജീവനക്കാരുടെ സിപിഐ സംഘടനയായ KRDSA ആണ് നാളെ പണിമുടക്കുന്നത്. വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കാലോചിത പരിഷ്കാരത്തിന് ധനവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ തർക്കത്തിൽ ഇടപെടില്ലെന്ന് UDF. ജേക്കബ് ഗ്രൂപ്പിലെ തർക്കം അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. തർക്കം അവസാനിപ്പിക്കണമെന്ന് ഇരുപക്ഷത്തെയും നേതാക്കളോട് നേരത്തെ UDF നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. വരൾച്ചയെ പ്രതിരോധിക്കാൻ കേരളം സജ്ജമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഡാമുകളിലെ സംഭരണശേഷി കുറവാണെങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും മന്ത്രി. പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ മന്ത്രി കൃഷ്ണൻകുട്ടി. ഡാമുകളെ എതിർക്കുന്നത് ഫാഷനായി മാറിയിരിക്കുന്നു. ഡാമുകൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? പ്രളയത്തെ നിയന്ത്രിക്കാൻ ഡാമുകൾ അനിവാര്യമെന്നും മന്ത്രി. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി M.M. മണി. എത്ര വരൾച്ചയുണ്ടായാലും ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഏർപ്പെടുത്തില്ല. വരൾച്ചയെ നേരിടാൻ വൈദ്യുതി ബോർഡ് സജ്ജം. ക്ഷാമം നേരിട്ടാൽ പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനമുണ്ടെന്നും M.M. മണി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. 10 ഫയർ യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം തുടരും. തിരുവനന്തപുരം വിതുരയിൽ കൊപ്പത്ത് വീടിന് തീപിടിച്ച് വീട്ടുസാധനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. കോപ്പറേറ്റീവ് വിജിലൻസ് ഉദ്യോഗസ്ഥൻ ശിവകുമാറിന്റെ വീടിനാണ് തീപിടിച്ചത്. പുലർച്ചെ 4 മണിക്കാണ് സംഭവം. ആർക്കും പരിക്കില്ല. വിതുര ഫയർ സ്റ്റേഷനിൽ നിന്ന് 3 യൂണിറ്റ് എത്തി തീയണച്ചു. കാട്ടുതീയിൽ 3 വനപാലകർ വെന്തുമരിച്ച തൃശൂർ ദേശമംഗലം വനമേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി വനം വകുപ്പ്. കാട്ടുതീ പടരുന്നത് തടയാൻ ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിലെ കുറ്റിക്കാടും മരങ്ങളും വനം വകുപ്പ് കത്തിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് പൊതുസ്ഥലത്ത്. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ മാലിന്യം തള്ളുന്നത്. ലോറികളിൽ എത്തിക്കുന്ന മാലിന്യ ചാക്കുകൾ തള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ News18 ലഭിച്ചു. ആലപ്പുഴയിൽ കയർ യന്ത്രവൽക്കരണത്തിന്റെ പേരിലുള്ള സർക്കാർ പദ്ധതികൾ പ്രഹസനമെന്ന് കോൺഗ്രസ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴാണ് വൻ തുക ചെലവിട്ടുള്ള പുത്തൻ യന്ത്രവൽകൃത പരിപാടിയെന്നും ആരോപണം. പുതുവൈപ്പ് LPG ടെർമിനൽ നിർമ്മാണത്തിനെതിരെ സമരം വീണ്ടും ശക്തമാകുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് നിർമ്മാണം തുടരുന്ന സർക്കാർ നിലപാടിനെതിരെ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന കൺവെൻഷൻ നടത്തി. കർഷകർക്ക് ആശ്വാസമേകി കണ്ണൂർ കരിവള്ളൂർ കുണിയൻപുഴയ്ക്ക് കുറുകെ മിനി ക്രോസ് ബാർ വരുന്നു. ജലവിഭവ വകുപ്പ് 65 ലക്ഷം രൂപ ചെലവിട്ടാണ് തടയണ നിർമ്മിക്കുന്നത്. സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷത്തിന് വയനാട്ടിൽ തുടക്കമായി. കൽപ്പറ്റയിലും വൈത്തിരിയിലുമാണ് വിവിധ പരിപാടികൾ. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിൽ നിന്നുമുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുക്കും. പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രതിനിധികൾ മൂന്നാറിലെത്തി. കേരളത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുന്നതിനു വേണ്ടി 27 പേരടങ്ങുന്ന സംഘമാണ് മൂന്നാറിലെത്തി. കുട്ടനാട്ടിൽ ആമ്പൽപ്പൂ വസന്തം തീർക്കുമ്പോഴും പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കയിൽ. നദികൾ മരിക്കുന്നതിന്റെ അടയാളമാണ് ചെളി അടിഞ്ഞുകൂടിയുണ്ടാകുന്ന തുരുത്തുകളും അവിടെയുണ്ടാകുന്ന ആമ്പലുമെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ. ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ കാലങ്ങളിലൊന്നാണിതെന്ന് കായൽ ഗവേഷക കേന്ദ്രം. തിരുവനന്തപുരം പോത്തൻകോട് ഉപേക്ഷിക്കപ്പെട്ട സ്വകാര്യ ബസ്സിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്തവിള സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് മരിച്ചത്. പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 4 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുടെ പിതൃ സഹോദരിക്ക് ജീവപര്യന്തം തടവ്. 4 വയസ്സുകാരി മേബയെ പ്രതി ശൈലജ വീടിന് സമീപത്തെ മണലിപ്പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു. തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 50,000 രൂപ പിഴയും ഒടുക്കണം. 2016 ഒക്ടോബർ 13-നായിരുന്നു സംഭവം.
കണ്ണൂരിൽ SFI പ്രവർത്തകന് കുത്തേറ്റു. പേരാവൂർ ഏരിയ സെക്രട്ടറി ശ്രീഹരിക്കാണ് കുത്തേറ്റത്. പേരാവൂർ മന്നമുണ്ട ക്ഷേത്ര ഉത്സവത്തിനിടെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം ശ്രീഹരിയെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ RSS ആണെന്ന് CPM ആരോപിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകനായ അക്ഷയ് പേരാവൂരിനും പരിക്കേറ്റു. കോട്ടയത്ത് +1 ക്ലാസുകാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസ് ഒതുക്കാൻ പോലീസ് ശ്രമിക്കുന്നെന്ന് ആരോപണം. പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് മേലുകാവ് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. കോതമംഗലം MA കോളേജിലെ കായിക അധ്യാപകന് മർദ്ദനം. DYFI പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ചികിത്സയിലുള്ള അധ്യാപകൻ ഹാരി ബെന്നി പോലീസിന് മൊഴി നൽകി. കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേർ കൂടി പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ 4 പേരാണ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത്. സ്വർണവും പണവും കടത്താൻ ശ്രമിച്ചതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 5 പേർ അറസ്റ്റിൽ. സ്വർണം കടത്തിയതിന് 3 പേരും കള്ളപ്പണം കടത്താൻ ശ്രമിച്ചതിന് അമേരിക്കൻ യുവതി ഉൾപ്പെടെ 2 പേരും പിടിയിൽ. കാസർഗോഡ് അരക്കോടിയോളം രൂപയുടെ നിരോധിത നോട്ടുകളുമായി ഒരാൾ പിടിയിൽ. പെർള സ്വദേശി മുഹമ്മദിനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വിഫ്റ്റ് കാറിൽ ബാഗിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു നിരോധിച്ച 500 രൂപയുടെ നോട്ട്. കൊട്ടാരക്കര നടുക്കുന്നിൽ പട്ടികജാതി യുവാവിനെ മർദ്ദിക്കുകയും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്ക് അടിച്ചു നശിപ്പിക്കുകയും ചെയ്തെന്ന് പരാതി. സംഭവത്തിൽ 2 പേരെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10 വയസ്സുള്ള ആൺകുട്ടിക്ക് ബീഡി, സിഗരറ്റ്, മയക്കുമരുന്ന്, മദ്യം എന്നിവ നൽകിയ മധ്യവയസ്കനെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗാന്ധിനഗർ മണിയെയാണ് ഇടുക്കി CI സിബിച്ചൻ ജോസഫ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്നാണ് നടപടി. രണ്ടാമത് ഓൾ കേരള ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ സമാപനം. 300-ലധികം കുട്ടികളാണ് 26 സ്കൂളുകളിൽ നിന്നായി മത്സരിച്ചത്. കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഇന്ത്യക്ക് പുതിയ തേജസ് വിമാനം നിർമ്മിക്കാൻ ലോക്ഹീഡ് മാർട്ടിൻ സഹായിക്കും. സഹായം വാഗ്ദാനം ചെയ്ത് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി. F-16, F തുടങ്ങിയ വിമാനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ലോക്ഹീഡ് മാർട്ടിൻ. ക്രമീകരണമൊത്ത വരുമാന വിഷയത്തിൽ ടെലികോം വകുപ്പിന്റെ നിലപാട് വിലയിരുത്തിയ ശേഷം കമ്പനികൾക്ക് മേൽ എന്ത് നടപടി തീരുമാനിക്കണമെന്ന് നിർമ്മല സീതാരാമൻ. കടക്കണിയിലായതായി സംശയിക്കുന്ന ടെലികോം കമ്പനികളുടെ പ്രതിസന്ധിയുടെ ആഴം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുന്നു. മഹാലോഗിൻ എന്ന് പേരിട്ടിരിക്കുന്ന നിക്ഷേപ സ്വീകരണ വിതരണ പരിപാടി നാളെ. സംസ്ഥാനത്ത് ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം ഇന്ത്യ പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ടുകൾ സമാഹരിക്കും. പോസ്റ്റ്മാൻ മുഖേനയും അക്കൌണ്ടുകൾ തുറക്കാനാകും. റെയിൽവേ സ്റ്റേഷനുകളിലെ സൗജന്യ വൈഫൈ സേവനം ഗൂഗിൾ നിർത്തിവെച്ചു. വൈഫൈ സേവനം ആരംഭിച്ചത് 5 വർഷം മുമ്പായിരുന്നു. മൊബൈൽ ഡാറ്റ പ്ലാനുകൾ ആളുകൾക്ക് താങ്ങാവുന്ന നിരക്കിലെത്തിയെന്നും കൂടുതൽ പേർ ഉപയോഗിക്കുന്നത് മൊബൈൽ ഡാറ്റയാണെന്നും ഗൂഗിളിന്റെ വിലയിരുത്തൽ. വരുമാനത്തിലും നഷ്ടത്തിലും ഉയർച്ച രേഖപ്പെടുത്തി ഓയോ ഹോട്ടൽസ്. കണക്കുകൾ ഓയോ ഹോട്ടൽസ് ആൻഡ് ഹോംസ് പുറത്തുവിട്ടു. 2019 വരുമാനം 4 മടങ്ങ് ഉയർന്ന് $951 മില്യൺ എത്തി. രാജ്യാന്തര ശൃംഖല വിപുലമാക്കിയതോടെ നഷ്ടം $335 മില്യൺ ആയെന്നും കമ്പനി. കൊറോണ വൈറസ് ബാധയിൽ ചൈനീസ് വിപണി പ്രതിസന്ധിയിലായത് ഉൽപാദനത്തെ ബാധിച്ചതിനാൽ ആപ്പിൾ ഐഫോണിന്റെ വിതരണം താൽക്കാലികമായി നിയന്ത്രിക്കുമെന്ന് അധികൃതർ. കൊറോണ വൈറസ് ബാധ സാമ്പത്തികമായി ബാധിക്കുന്ന ആദ്യ പ്രമുഖ അമേരിക്കൻ കമ്പനിയാണ് ആപ്പിൾ. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിൽ 45 ചേരി നിവാസികൾക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ്. ട്രംപും നരേന്ദ്രമോദിയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യുന്ന മൊട്ടേറ സ്റ്റേഡിയത്തിന്റെ സമീപത്തെ ചേരിയിലുള്ളവർക്കാണ് നോട്ടീസ് നൽകിയത്. വർഷങ്ങളായി ചേരിയിൽ താമസിക്കുന്ന നിർമ്മാണ തൊഴിലാളികളാണ് സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താകുന്നത്. ജാമിയ അക്രമ കേസിൽ ഡൽഹി പോലീസ് സാകേത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം 8 പ്രതികൾക്കെതിരെ കലാപം, പൊതുസ്വത്ത് തകർക്കുക, സർക്കാർ ജീവനക്കാരെ ആക്രമിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തി. അറസ്റ്റിലായവരെല്ലാം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ഡിസംബർ 15-ന് നടന്ന ആക്രമണ സംഭവങ്ങളിലാണ് പോലീസ് നടപടി. പാകിസ്ഥാനിലെ സമൂഹ മാധ്യമ നിയന്ത്രണം സമ്പദ് വ്യവസ്ഥ തകരാർ കാരണമാകുമെന്ന മുന്നറിയിപ്പുമായി ദി ഏഷ്യ ഇന്റർനെറ്റ് കോഅലിഷൻ. നിയന്ത്രണം മൂലം പല കമ്പനികൾക്കും പ്രവർത്തിക്കാൻ സാധ്യമല്ലാതെ വരുന്നുവെന്നും AIC. സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള പുതിയ നിയമങ്ങൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസമാണ്.